കെ.എം. എബ്രഹാമിനെതിരെ പരാതി നൽകി ജോമോൻ പുത്തൻപുരയ്ക്കൽ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് നിയമവിരുദ്ധ നടപടിയെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ ഹൈക്കോടതി തള്ളിയതാണെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. കെ.എം. എബ്രഹാം തനിക്കെതിരായാണ് കത്ത് നൽകിയതെന്നും കത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നു. വിനീഷ്, ഇപ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് താൻ കത്ത് നൽകിയെന്നാണ്. കത്ത് നൽകിയത് നിയമവിരുദ്ധ നടപടിയെന്നും തനിക്കായ ആരോപണങ്ങൾ ഹൈക്കോടതി തള്ളിയതാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും കെ.എം. എബ്രഹാമും ജോമോൻ പുത്തൻപുരയ്ക്കലും തമ്മിലുള്ള ആ ഒരു തർക്കം തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ വാദിയെ പ്രതിയാക്കിക്കൊണ്ട് കെ.എം. എബ്രഹാം മുഖ്യമന്ത്രിക്ക് പരാതി നേരത്തെ നൽകിയിരുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജോമോൻ പുത്തൻപുരയ്ക്കൽ വീണ്ടും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും കെ.എം. എബ്രഹാമിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിജിലൻസിന്റെ അന്വേഷണം CBI അന്വേഷണം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ CBI അന്വേഷണം ഉത്തരവിട്ടിരുന്ന സാഹചര്യത്തിലാണ് നിലവിൽ തന്നെ കുരുക്കാൻ ചിലർ ശ്രമിക്കുന്നു. അതിൽ ഒന്നാമതായി നിൽക്കുന്നത് ജോമോൻ പുത്തൻപുരയ്ക്കൽ അടക്കമുള്ള പൊതുപ്രവർത്തകരാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു കെ.എം. എബ്രഹാം ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ആ പരാതിയിൽ പല കാര്യങ്ങൾ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായും കെ.എം. എബ്രഹാമിനോട് ജോമോൻ പുത്തൻപുരയ്ക്കലിന് വ്യക്തിവൈരാഗ്യം ഉണ്ടാകാൻ കാരണം പഴയ പ്രത്യേകിച്ച് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ താമസിച്ചതുമായി ബന്ധപ്പെട്ട വാടക ഗസ്റ്റ് ഹൗസിന് നൽകാത്ത ഘട്ടത്തിൽ താൻ അതിൻ്റെ ചുമതല ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഒരു പിഴ ചുമത്തി. ആ പിഴ ചുമത്തിയതിലുള്ള വൈരാഗ്യമാണ് കെ.എം. എബ്രഹാമിനോട് ജോമോൻ പുത്തൻപുരയ്ക്കൽ കാണിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ചൂണ്ടിക്കാണിച്ചുള്ള ഒരു പരാതിയായിരുന്നു മുഖ്യമന്ത്രിക്ക് കെ.എം. എബ്രഹാം നൽകിയത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പരാതി അത് വാസ്തവ വിരുദ്ധമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ തനിക്ക് വ്യക്തിവൈരാഗ്യമില്ല എന്ന നിലപാടാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ സ്വീകരിക്കുന്നതും. എന്നാലും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാന കാര്യം ഹൈക്കോടതി തന്നെ കെ.എം. എബ്രഹാമിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കുന്നു. ആ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അതിനെ ഒരു അപ്പീൽ അതോറിറ്റി ഒരിക്കലും മുഖ്യമന്ത്രി ആകില്ല. ആ അപ്പീൽ അതോറിറ്റി ആകാത്ത സാഹചര്യത്തിൽ പോലും നിയമവിരുദ്ധമായി മുഖ്യമന്ത്രിക്ക് വാദിയെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു പരാതി കെ.എം. എബ്രഹാം നൽകുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. അത് നിയമപരമായി നിലനിൽക്കില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരിക്കുന്നത്. ദേവിക, അതുമാത്രമല്ല, ഗൂഢാലോചന അന്വേഷണം എന്നാവശ്യപ്പെട്ടാണല്ലോ കെ.എം. എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ഇത് നിയമവിരുദ്ധമായ നടപടിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. നിലവിൽ കെ.എം. എബ്രഹാം മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലാണ്. തനിക്കെതിരെ ചില ആളുകൾ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തനിക്കെതിരെ ഇപ്പോൾ CBI അന്വേഷണം ഉണ്ടായിരിക്കുന്നത് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ കെ.എം. എബ്രഹാം നേരത്തെ പരാതി നൽകിയിരുന്നത്. ഒരു CBI അന്വേഷണം കോടതി ഉത്തരവിടുന്ന സാഹചര്യത്തിൽ ആ CBI അന്വേഷണത്തിന് കോടതിയുടെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ.എം. എബ്രഹാം എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്? അത് ഒരിക്കലും നിലനിൽക്കുന്നതല്ല, അത് നിയമവിരുദ്ധമാണ്, കോടതിയോടുള്ള വെല്ലുവിളിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇത്തരത്തിലുള്ള ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ കേസിൽ പ്രത്യേകിച്ച് കെ.എം. എബ്രഹാമിനെതിരെ പ്രത്യേകിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നതും ജോമോൻ പുത്തൻപുരയ്ക്കലാണ്. ആ ജോമോൻ പുത്തൻപുരയ്ക്കലിന് കെ.എം. എബ്രഹാമിനോട് വ്യക്തിവൈരാഗ്യമുണ്ട്. ആ വ്യക്തിവൈരാഗ്യത്തിന് പിന്നിൽ നേരത്തെ ജോമോൻ പുത്തൻപുരയ്ക്കൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു പിഴ കെ.എം. എബ്രഹാം ചുമത്തിയിരുന്നു. അതിന്റെ വൈരാഗ്യം തീർക്കാനാണ് തനിക്കെതിരെ ജോമോൻ പുത്തൻപുരയ്ക്കൽ കോടതിയിൽ പോയതും തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. അത് ഒരിക്കലും നിലനിൽക്കുന്നതല്ല, അത് നിയമവിരുദ്ധമായ കാര്യമാണ്. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന സാഹചര്യത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ
കെ എം എബ്രഹാമിന് പങ്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ താൻ കോടതിയിൽ വാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അത് കോടതി ശരിവച്ചതുകൊണ്ടാണ് കെ എം എബ്രഹാമിനെതിരെ ഇപ്പോൾ കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ദേവിക. ശരി.